നമസ്കാരം. വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കുന്നതിൽ ഗൗതം അദാനിക്ക് ആദ്യം വിമുഖതയായിരുന്നുവെന്ന് ശശി തരൂർ എം പി. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം താൻ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് അദാനിയുടെ മനസ്സ് മാറിയതെന്നും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാകാതെ പോയാൽ അത് സംസ്ഥാനത്തിന് വലിയ നാണക്കേടാകുമെന്ന് കരുതി എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോയ ധീരനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് മുൻപുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിയുടെ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ വൻകിട കമ്പനികൾക്കെല്ലാം വലിയ പേടിയായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടൻ തന്നെ തരൂരിനെ വിളിച്ച് സംസാരിച്ചു. തരൂരിന്റെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നല്ല ബന്ധങ്ങൾ ഈ പദ്ധതിക്കായി പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പദ്ധതിയിൽ ആരും താല്പര്യം കാണിക്കാതിരുന്ന സാഹചര്യത്തിൽ വെറും 10 ദിവസത്തെ സമയം മാത്രം നൽകി ഉമ്മൻചാണ്ടി രണ്ടാമതൊരു ടെൻഡർ കൂടി വിളിച്ചു. എന്നാൽ ഈ രണ്ടാമത്തെ ടെൻഡർ വന്നിട്ടും ആദ്യത്തെ 2 ദിവസം ആരും മുന്നോട്ട് വന്നില്ല. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ന്യൂയോർക്കിലുള്ള വിമാനത്തിൽ കയറാനായി വരിയിൽ നിൽക്കുമ്പോൾ ശശി തരൂർ വ്യവസായ ഭീമനായ ഗൗതം അദാനിയെ നേരിൽ കാണുന്നത്. തുറമുഖ നടത്തിപ്പിൽ ലോകമെമ്പാടും വലിയ താല്പര്യം കാണിക്കാറുള്ള അദാനി ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ടെൻഡറിനോട് പ്രതികരിക്കാത്തതെന്ന് തരൂർ അദാനിയോട് നേരിട്ട് ചോദിച്ചു. എന്നാൽ ഇല്ല, ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി ചെയ്യുന്നില്ല എന്ന തികച്ചും നിഷേധാത്മകമായ മറുപടിയാണ് ഗൗതം അദാനിയിൽ നിന്നും ആദ്യമുണ്ടായത്. എന്നാൽ അവിടെ വെച്ച് പിന്മാറാൻ തരൂർ തയ്യാറായിരുന്നില്ല. ഇതേക്കുറിച്ച് സംസാരിക്കാൻ വിമാനത്തിനുള്ളിൽ കുറച്ച് സമയം അനുവദിക്കാമോ എന്ന് ചോദിച്ച തരൂരിന്റെ അഭ്യർത്ഥന അദാനി സ്വീകരിച്ചു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ആ വിമാനയാത്രയിലുടനീളം ഗൗതം അദാനിയുടെ അരികിലിരുന്ന് ശശി തരൂർ വിഴിഞ്ഞത്തിനായി ശക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. ആഗോള കപ്പൽ ചാലുകളോട് ഏറ്റവും അടുത്തു കിടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ഭൂമിശാസ്ത്രപരമായ അസാധാരണമായ ഗുണങ്ങളും പ്രകൃതിദത്തമായ ആഴവും തരൂർ വളരെ ലളിതമായി അദാനിക്ക് മുന്നിൽ വിവരിച്ചു നൽകി. അതോടൊപ്പം തന്നെ മുൻപ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്കുണ്ടായ ആശങ്കകൾ പരിഹരിക്കുമെന്നും പദ്ധതിക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിയമപരമായ സുരക്ഷിതത്വവും ഉമ്മൻചാണ്ടി സർക്കാർ പൂർണ്ണമായി ഉറപ്പു നൽകുന്നുണ്ടെന്നും തരൂർ അദാനിയെ ബോധ്യപ്പെടുത്തി. ഒരു അന്താരാഷ്ട്ര നയതന്ത്രജ്ഞന്റെ മികവോടെയുള്ള തരൂരിന്റെ ഈ തുടർച്ചയായ വിവരണങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത അനുനയ നീക്കങ്ങളും ഒടുവിൽ അദാനിയുടെ കടുത്ത വിമുഖതയെ മാറ്റിമറിക്കാൻ തുടങ്ങി. വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിന്റെ തുറമുഖ ബിസിനസ് സാമ്രാജ്യത്തിന് എങ്ങനെ ഒരു വലിയ നാഴികക്കല്ലാകുമെന്ന് തരൂർ ബോധ്യപ്പെടുത്തിയതോടെ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ അദാനി പൂർണ്ണമായും വഴിപ്പെട്ടു. വിമാനം ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ഇന്ത്യയിലുള്ള തന്റെ കമ്പനി ആസ്ഥാനത്തേക്ക് വിളിച്ച് വിഴിഞ്ഞത്തിന്റെ ടെൻഡർ രേഖകൾ അടിയന്തരമായി വാങ്ങാൻ ആവശ്യപ്പെടാമെന്ന് ഗൗതം അദാനി തരൂരിന് ഉറപ്പ് നൽകി. അദാനി നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം ടെൻഡറിൽ ഔദ്യോഗികമായി പങ്കാളികളാകുകയും പിന്നീട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. അതേസമയം വിഴിഞ്ഞം തുറമുഖം പുതിയ നാഴികക്കല്ല് കൂടി കടക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര മേഖലയിലും ചരിത്രപരമായ നാഴികക്കല്ലായി മാറിക്കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ എക്സിം പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഇതോടെ കേവലം ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന നിലയിൽ നിന്ന് മാറി ആഗോള ചരക്കുകൾ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതുമായ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായും വിഴിഞ്ഞം മാറും. തുറമുഖത്ത് നിന്നുള്ള ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം യാഥാർത്ഥ്യമാകുന്നത്. എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, അന്താരാഷ്ട്ര ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, വൻകിട കയറ്റുമതിക്കാർ, ആഗോള നിക്ഷേപകർ, പ്രമുഖ വ്യവസായ പ്രമുഖർ എന്നിവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും.